ജില്ലയിൽ നിപ ഭീതി പടരുമ്പോൾ വവ്വാൽക്കൂട്ടം ഷൊർണൂർ ചുടുവാലത്തൂരുകാരുടെ ഉറക്കം കെടുത്തുന്നു. ശിവക്ഷേത്രത്തിന് സമീപത്തെ സ്വകാര്യ വ്യക്തികളുടെ മരങ്ങളിലാണ് ഇവ കൂട്ടമായി വന്നിരിക്കുന്നത്. 1.5 വർഷത്തോളമായി ഇവയുടെ ശല്യം സഹിക്കുന്ന ചുടുവാലത്തൂരുകാർക്ക് കിണറിലെ വെള്ളം കുടിക്കാൻ പോലും ഭയമാണ്. മാത്രമല്ല, എന്തെങ്കിലും ശബ്ദമുയരുമ്പോൾ ഇവയെല്ലാം പറന്നുപോകും. അപ്പോഴുണ്ടാകുന്ന വിസർജ്യങ്ങൾ പുറത്തിറങ്ങുന്നവർക്ക് മേൽ വീഴുന്നതും വലിയ ഭീതിയുണ്ടാക്കുന്നുണ്ട്. വവ്വാലുകളുടെ വിസർജ്യത്തിൽ നിന്നാണ് നിപ്പ പടരുന്നത് എന്നതാണ് ഇവരുടെ ആശങ്ക. കോഴിക്കോട് നിപ്പ രോഗം വന്നപ്പോൾ തന്നെ ഇവരും പരാതി നൽകിയിരുന്നു. 1.5 വർഷത്തോളമായി ചുടുവാലത്തൂറുകാർക്ക് വവ്വാലുകളെ ശല്യമുണ്ട്. ഇവയുടെ വിസർജ്യം കിണറുകളിൽ വീഴുന്നതിനാൽ കിണറുകൾ പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിച്ച് അടച്ചിടുകയാണ് ഇവർ. മാത്രമല്ല, വീടുകൾക്ക് പുറത്ത് വെള്ളം സംഭരിക്കാൻ പോലും ആകുന്നില്ലെന്നും പരാതിയുണ്ട്. കിണറെല്ലാം ഞങ്ങൾ മൂടി വെച്ചിരിക്കുക, ഷീറ്റിട്ട് മൂടി വെച്ചിരിക്കുക. കിണറിൽ വെയിൽ കൊള്ളാമെന്നാണ് പറയുന്നത്, അതില്ല. പിന്നെ മുറ്റം മുഴുവൻ കാഷ്ടിച്ച് കൃഷിയൊന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ ചീരയ്ക്ക് കൃഷിയായിരുന്നു, അതിലെല്ലാം കാഷ്ടിക്കുക. പച്ചക്കറികൾ മുഴുവൻ കാഷ്ടിക്കുകയാണ്. തുണി ഒന്നും പുറത്തിടാൻ നിർത്തില്ല. അങ്ങനെ വല്ലാത്ത ബുദ്ധിമുട്ടിലാണ് ഇരിക്കുന്നത്. ജലസ്രോതസ്സുകളിലും ഇവയുടെ വിസർജ്യം വീഴുന്നതിനാൽ ഇതും ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. 50,000-ൽ പരം വവ്വാലുകൾ ഉണ്ടാകുമെന്നാണ് നാട്ടുകാരുടെ കണ്ടെത്തൽ. വവ്വാലുകളുടെ ശല്യം കൂടിയതോടെ നഗരസഭയ്ക്കും പരാതി നൽകിയിരുന്നു. പരാതി സെക്രട്ടറി വനം വകുപ്പിനും കൈമാറിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടിട്ടില്ല. .വ്യൂ ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.